റിയ സലീമിനെ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? BB4 മത്സരിച്ച ഒരു വ്യക്തിയാണ് റിയ സലീം. പിന്നെ റിയ സലീം ഇപ്പോൾ എയറിലോട്ട് പോയിട്ടുണ്ട് വീണ്ടും. LGBTQവിൻ്റെ എന്തൊക്കെയോ ആണെന്ന്, ഫെമിനിസ്റ്റ് ആണെന്ന് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന ഒരു ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിരിക്കുകയാണ്. പകുതിയിലധികം പുരുഷന്മാരെയും അവഹേളിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റായിട്ടിരിക്കുന്നത്. LGBTQവിനെ അംഗീകരിക്കാത്ത പുരുഷന്മാരൊക്കെ ആരും അവരോട് സൗഹൃദം പോലും വെച്ച് പുലർത്തരുത് എന്ന് പറഞ്ഞാണ് ഇട്ടിരിക്കുന്നത്. ഈ റിയ സലീമിന് എന്തോ ഒരു വിചാരം. നമ്മുടെ BB4 വന്നപ്പോൾ തന്നെ എന്തൊക്കെയാണ് കളിച്ചു കൂട്ടുന്നതെന്നുള്ള അറിയാത്ത ഒരു തരം പെരുമാറ്റം. സ്വയം പറയുന്നത് ഞാൻ ഫെമിനിസ്റ്റാണ്, സ്ത്രീകളെയൊക്കെ വളരെ മാന്യമായി കാണുന്ന ഒരാളാണെന്ന്. പക്ഷേ BB4 കാണുമ്പം തന്നെ നമ്മൾ ഒരുപാട് പെൺകുട്ടികളെ അവഹേളിച്ചും കൊണ്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞും കൊണ്ടും, പിന്നെ ഡോക്ടർ റോബിനെ എന്തൊക്കെ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിലോട്ട് എച്ചിൽ വരെ വേസ്റ്റ് വരെ പെറുക്കിയിട്ടിട്ടും അമ്മയെ അച്ഛനെയൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരുപാട് പറഞ്ഞ ഒരാളാണ് ഈ റിയ സലീം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വെറുത്തുപോയൊരു ഒരാളാണ്. ഒരു എന്തെങ്കിലും ഒന്ന് കണ്ടാൽ പോലും അതൊന്നും നോക്കാൻ പോലും തോന്നാത്തത്ര വെറുപ്പ്. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഭാവമാണ്. ഞാൻ എന്തോ LGBTQവിൻ്റെ അങ്ങ് തലപ്പത്ത് നിൽക്കുന്ന ഒരാളാണ്. പിന്നെ മോഹൻലാൽ ചോദിച്ചതുപോലെ കൊല്ലത്ത് ജനിച്ച് വളർന്ന് അവിടുത്തെ ഒരു സ്കൂളിൽ പഠിച്ചൊരു കുട്ടി ചക്കക്കുരു ചൂടോടുകൂടി വായിലിട്ടതുപോലെ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തോ ഒരു സംഭവമാണ് എന്നുള്ളൊരു വിചാരം അന്ന് തന്നെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും സ്ത്രീകളെയൊക്കെ അവഹേളിച്ചു കൊണ്ടാണ് അയാൾ എന്ത് കാര്യവും, അല്ലെങ്കിൽ ഡോക്ടർ റോബിൻ്റെ അമ്മയെ വരെ ഓരോന്ന് അതിൻ്റെ അകത്തിരുന്ന് പറയുമോ, എന്തുമാത്രം ദ്രോഹിച്ചു. അതുപോലെ ഡോക്ടർ റോബിനെ പുറത്ത് ആക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായി പ്രയത്നിച്ച ഒരാളും കൂടിയാണ്. അപ്പോൾ ഇപ്പോഴും അന്ന് ആ ഡോക്ടർ റോബിനെ പുറത്താക്കി പിന്നെ എന്തോ ഗെയിം മാറ്റിമറിച്ചു എന്നൊക്കെയുള്ളൊരു രീതിയിലാണെന്ന് തോന്നുന്നു. വലിയ തലയിൽ വലിയൊരു അഹങ്കാരമായിട്ടുണ്ടായി. ഇപ്പോൾ അജു ജേക്കബ് എന്ന് പറയുന്ന വലിയ അവാർഡൊക്കെ വാങ്ങിയ ഒരാളാണ്. അയാൾ ഇതിനെ പറ്റിയിട്ട് LGBTQവിനെ പറ്റിയിട്ട് ഒരു സംസാരത്തിന് വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് ഇത് പറയാൻ നിങ്ങളാരാ എന്നും പറഞ്ഞിട്ട് എന്തോ ഒരു ചീത്ത പറഞ്ഞിട്ട് കട്ട് ചെയ്തു ഫോണ്. അപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ ഈ റിയ സലീം പറയുന്നുണ്ടല്ലോ അവർ ചെയ്യുന്നത് ശരിയല്ല എന്നൊക്കെ. എന്തിന്? ഡോക്ടർ റോബിൻ സ്നേഹിച്ചൊരു പെൺകുട്ടി ആരതി പൊടി എന്നുള്ളൊരു കുറ്റത്തിന് ഇത്രയും ഭയങ്കരമായ ഫാഷൻ ഡിസൈനിങ്ങും അങ്ങനെ എല്ലാ കാര്യവും ചെയ്യുന്ന സിനിമയിൽ അഭിനയിച്ചു. അതിനെപ്പറ്റി പറയുന്ന ആരതി പൊടിയാ, അതാരാണ്, ഗോതമ്പ് പൊടിയാ, അരിപ്പൊടിയാ എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ അവഹേളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പോഴും എയറിൽ പോയിരിക്കുകയാണ് റിയ സലീം.